Welcome all of you. Welcome to the lectures of surveying. In this lecture, we are going to discuss about the measurement of volume. For measuring the volume, we have different kinds of methods. And the first one is volume from the cross section. And second one, volume from spot level. And third one, volume from contours. And out of these methods, we have three methods here. And out of this, the first two methods are used for calculation of the earthwork. സാധാരണ ഫീൽഡിനകത്ത് എർത്ത് വർക്ക് ഒരു റോഡൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് എത്ര എമൗണ്ട് ഓഫ് സോയിൽ ഫില്ല് ചെയ്യണം, എത്ര എമൗണ്ട് ഓഫ് സോയിൽ കട്ട് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാണ് സാധാരണ നമ്മൾ ആദ്യത്തെ രണ്ട് മെത്തേഡുകൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ദി തേർഡ് വൺ, ദാറ്റ് ഈസ് വോളിയം ഫ്രം കോണ്ട്. ദീസ് ആർ യൂഷ്വലി യൂസ്ഡ് ഫോർ ദി കാൽക്കുലേഷൻ ഓഫ് റിസർവോയർ കപ്പാസിറ്റി. ഒരു ഡാം കൺസ്ട്രക്ഷനും റിസർവോയർ കൺസ്ട്രക്ഷനൊക്കെ വേണ്ടിയിട്ട് അവിടെ റിസർവോയർ കപ്പാസിറ്റി ഒക്കെ നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടി കോണ്ടൂർസ് ഉപയോഗിച്ചിട്ടാണ് വോളിയം കണ്ടുപിടിക്കാറ്. Now, in detail, we have to discuss about how to calculate the volume from cross section. Cross section നിന്ന് എങ്ങനെയാണ് വോളിയം കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ലെക്ചറിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. So this is the most widely used method, and in this method the total volume is divided into a series of solid cross sections. entire ഏരിയനെ യൂണിഫോം ആയിട്ട് വരുന്ന കുറേ ക്രോസ് സെക്ഷൻസ് ആക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്യുകയാണ് ആദ്യം ചെയ്യുക. ആൻഡ് the area of each cross section is calculated, and by knowing the area we can calculate the volume by two methods. നമുക്ക് രണ്ട് മെത്തേഡ് ഉപയോഗിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ദ ഫസ്റ്റ് വൺ ഈസ് കോൾഡ് ട്രപ്പിസോഡൽ ഫോർമുല ആൻഡ് സെക്കൻഡ് വൺ പ്രിസ്മോഡൽ ഫോർമുല. ഇങ്ങനെ രണ്ട് മെത്തേഡ് ഉപയോഗിച്ചിട്ട് വോളിയം ഫ്രം ക്രോസ് സെക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സി ഹിയർ നമുക്കിവിടെ കാണാം ഒരു ക്രോസ് സെക്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. സെക്ഷൻ 1, സെക്ഷൻ 2 ആൻഡ് സെക്ഷൻ 3. ഇതിനകത്ത് സെക്ഷൻ 1 എന്ന് പറയുന്ന യൂണിഫോം ക്രോസ് ഏരിയ ആണ്. ആൻഡ് സെക്ഷൻ 2 അനദർ ഏരിയ, സെക്ഷൻ 3 അനദർ ഏരിയ. ഓക്കെ, സോ ഈ ഓരോ സെക്ഷൻ്റെയും വിഡ്ത്തും ലെങ്ത്തും ഉപയോഗിച്ചിട്ട് അതിൻ്റെ വോളിയം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ, the volume of section 1, for example, if you are considering the section 1, the volume of section 1 is equal to area of section 1 into that distance d. d is the length or the interval. അപ്പോൾ ഇവിടെ ഈ ഒരു ഫസ്റ്റ് സെക്ഷൻ്റെ കേസിൽ ഇതിൻ്റെ ഇവിടെ കാണിച്ചിരിക്കുന്ന ഏരിയ 1 എന്ന് പറയുന്ന ക്രോസ് ഏരിയ നമുക്കറിയാം. അതുപോലെ തന്നെ ഈ ഡിസ്റ്റൻസ് ഇവിടെയുള്ള ഈ ലെങ്ത്ത് നമുക്കറിയാമെന്നുണ്ടെങ്കിൽ വി ക്യാൻ കാൽക്കുലേറ്റ് ദി വോളിയം. അപ്പോൾ ഇതിൽ നിന്ന് വോളിയം കാൽക്കുലേറ്റ് ചെയ്യും. ഇതാണ് സാധാരണ ക്രോസ് സെക്ഷനിൽ നിന്ന് വോളിയം കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ രണ്ടാമത്തെ സെക്ഷനും മൂന്നാമത്തെ സെക്ഷനും ഓരോ സെക്ഷനും നമുക്ക് ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ ഇങ്ങനെ ഒരു സെക്ഷൻ നമുക്ക് തന്നെ ഒരു ട്രപ്പിസോഡൽ സെക്ഷൻ പോലെ ഒരു ലെവൽ സെക്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏരിയ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ, one section is given like this, and the width എന്ന് പറയുന്നത് b ആണ്. You can see here the width is given as b, and the mid height is given as h, and the side slope is given as n to 1, 1.5:1, 2:1. അതുപോലെയൊക്കെ നമുക്ക് സൈഡ് സ്ലോപ്പ് കൊടുത്തിരും. അപ്പോൾ ഈ ഒരു വാല്യൂസ് ഉണ്ടെങ്കിൽ യു ക്യാൻ കാൽക്കുലേറ്റ് ദി ഏരിയ ഓഫ് ദിസ് ലെവൽ സെക്ഷൻ ആസ് ഏരിയ ഈസ് ഈക്വൽ ടു b plus nh into h, where b is the width of the section, h is the center height, and n to 1 means it is the side slope. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ക്രോസ് സെക്ഷൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ക്രോസ് സെക്ഷൻസ് ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം നമുക്ക് ഏരിയ കണ്ടുപിടിച്ച് അതിൻ്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ മെഷർമെൻറ്റ് ഓഫ് വോളിയം വി ഹാവ് ടു മെത്തേഡ്സ് ആസ് ഓൾറെഡി ടോൾഡ്. ദ ഫസ്റ്റ് വൺ പ്രിസ്മോയിഡൽ ഫോർമുല ആൻഡ് സെക്കൻഡ് വൺ ട്രപ്പിസോഡൽ ഫോർമുല. ഈ ട്രപ്പിസോഡൽ ഫോർമുലേൻ്റെ തന്നെ അവറേജ് എൻഡ് ഏരിയ എന്നുള്ളൊരു പേരും കൂടെ പറയാറുണ്ട്. ഓക്കെ, now prismodal formula എന്ന് പറയുന്നത്, prismodal formula is given as v is equal to, the volume is equal to d by 3 into a1 plus an plus 4 times a2 plus a4 plus a6 plus like that 2 times a3 plus a5 plus a7 like that. So this is the formula of volume by prismodal formula. And here d is the length of prismode. ഓരോ സെക്ഷൻ്റെയും ലെങ്ത് ആണ് d എന്ന് പറയുന്നത്. ആൻഡ് a1, a2, a3 ആർ ദി ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ഈച്ച് സെക്ഷൻ. ഓക്കെ, ആൻഡ് ദിസ് റൂൾ ഈസ് ഓൾസോ നോൺ ആസ് സിംപ്സൺസ് റൂൾ.
നമ്മൾ സിംപ്സൺസ് റൂൾ ഫോർ ഏരിയ കണ്ടതാണ്. അപ്പോൾ അതിനകത്തുള്ള അതേ ഒരു ഫോർമാറ്റ് തന്നെയാണ് ഇക്വേഷനിലും വന്നിരിക്കുന്നത്. d/3 ഇൻറ്റു ഫസ്റ്റ് ഏരിയ പ്ലസ് ലാസ്റ്റ് ഏരിയ പ്ലസ് 4 ടൈംസ് ഈവൺ ഏരിയ. അപ്പോൾ ഇവിടെ A2 A4 A6 എന്ന് പറയുന്നത് ദിസ് ഇസ് ഈവൺ ഏരിയ ആണ്, അവിടെ വരുന്ന ഈവൺ ഏരിയ ആണ്. പ്ലസ് 2 ടൈംസ് A3 പ്ലസ് A5 പ്ലസ് A7 എന്ന് പറഞ്ഞാൽ ദിസ് ആർ ഓഡ് ഏരിയ. അപ്പോൾ ദിസ് ഈസ് ആൾസോ കോൾഡ് സിംപ്സൺസ് റൂൾ ഫോർ വോളിയം എന്ന് പറയും. And also this is applicable, Simpsons rule apply ചെയ്യുന്നുണ്ടെങ്കിൽ only when the number of cross section is odd. Cross sections odd ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഇഫ് ദി നമ്പർ ഓഫ് സെക്ഷൻ ആർ ഈവൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് n സ്ട്രിപ്പിന് യു ഹാവ് ടു സെപ്പറേറ്റ് ട്രീറ്റ്, അതിനെ സെപ്പറേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ഓഡ് ക്രോസ് സെക്ഷൻ ഉണ്ടാകുമ്പോഴാണ് പ്രിസ് മോഡൽ ഫോർമുല നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഓക്കെ, സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. റെയിൽവേ എംബാങ്ക്മെൻറ്റ് ഈസ് ഗിവൺ വിത്ത് വൈഡ് ഓർ വിഡ്ത്ത് 10 meter ആൻഡ് ദ സൈഡ് സ്ലോപ്പ് ഈസ് ഗിവൺ ആസ് 1.5 to 1. വിഡ്ത്ത് 10 meter ആണ്, സൈഡ് സ്ലോപ്പ് 1.5 to 1 ആണ്. അപ്പോൾ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ദി ബി വാല്യൂ ആണ്. ആൻഡ് സൈഡ് സ്ലോപ്പ് 1.5 to 1 എന്ന് പറഞ്ഞാൽ 1.5 ഈസ് ദ എൻ വാല്യൂ. Now assume the ground to be level in direction traverse to the center line. Calculate the volume contained in a length of 120 meter. Total length 120 meter ആണ്. The center height at 20 meter interval. ഓരോ 20 meter intervalലും. അപ്പോൾ 20 meter interval എന്ന് പറഞ്ഞാൽ that is the D value. Interval being സെൻട്രൽ ഹൈറ്റ് എന്നുണ്ട്. സെൻട്രൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ സെക്ഷൻ്റെയും സെൻട്രൽ ഹൈറ്റ് ആണ്. ഇപ്പോൾ ഫസ്റ്റ് സെക്ഷൻ്റെ സെൻട്രൽ ഹൈറ്റ് H1 എന്ന് പറയുന്നത് 2.2 ആണ്. രണ്ടാമത്തെ സെൻട്രൽ ഹൈറ്റ് H2 എന്ന് പറയുന്നത് 3.7 ആണ്. അങ്ങനെ ലാസ്റ്റ് N എന്ന് പറയുന്നത് 2.5 ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു ക്രോസ് സെക്ഷൻസ് ഇങ്ങനെ പല ഡിഫറെൻറ്റ് ടൈപ്പ് ക്രോസ് സെക്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടിയും വോളിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഹിയർ ഗിവൺ B is equal to 10 meter, N is equal to 1.5 meter, D 20 meter. And the center height of different sections are 2.2, 3.7, 3.8, 4, 3.8, 2.8 and 2.5. So area of level section, നമുക്ക് ആ ലെവൽ സെക്ഷൻ്റെ ഏരിയ, ഓരോ സെക്ഷൻ്റെയും ഏരിയ കണ്ടുപിടിക്കണം. സോ ഏരിയ A is given by A is equal to B plus NH into H. So first area, the area of first cross section A1 is equal to B plus NH into NH എന്ന് പറയുമ്പോൾ B value is 10 പ്ലസ് എന്നിൻ്റെ വാല്യൂ 1.5 ആണ് ഇൻറ്റു ഫസ്റ്റ് H എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഇതിൽ കാണാം 2.2 ആണ്. ഓക്കെ, ഫസ്റ്റ് H എന്ന് പറയുന്നത് ദാറ്റ് ഇസ് 2.2. സോ ഏരിയ യു വിൽ ഗെറ്റ് 29.26 meter square കിട്ടും. സിമിലർലി സെക്കൻഡ് ഏരിയ വെൻ ദി ഹൈറ്റ് ഈസ് 3.7, ഹൈറ്റ് 3.7 ആണ് സെക്കൻഡ് ഏരിയയിൽ. സോ അവിടെ Hൻ്റെ വാല്യൂ 3.7. യു ക്യാൻ സീ ഹിയർ ഇൻ ദി ഇക്വേഷൻ ഇറ്റ് വിൽ ബിക്കം 3.7. സോ യു വിൽ ഗെറ്റ് 57.54. അങ്ങനെ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഓരോ സെക്ഷൻ്റെയും ഏരിയ കണ്ടുപിടിക്കുക. ഇപ്പോൾ തേർഡ് ഏരിയ എന്ന് പറയുമ്പോൾ ഹൈറ്റ് 3.8 ആണ്, ഫോർത്ത് ഏരിയ എന്ന് പറയുമ്പോൾ ഹൈറ്റ് 4 ആണ്, അങ്ങനെ ഫിഫ്ത്ത് ഏരിയ, സിക്സ്ത് ഏരിയ ആൻഡ് സെവൻത്ത് ഏരിയ, 7 സെക്ഷൻസ് ആണുള്ളത്. 7 ഏരിയ ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നൗ കമ്മിങ് ടു ദി പ്രിസ് മോഡൽ ഇക്വേഷൻ, വി ഹാവ് നമ്പർ ഓഫ് ക്രോസ് സെക്ഷൻ ഈസ് ഈക്വൽ ടു 7. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് 7 ക്രോസ് സെക്ഷൻസ് ആണ്. അപ്പോൾ അത് ഓഡ് നമ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രിസ് മോഡൽ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റും. സോ ദി ഇക്വേഷൻ ഈസ് ഗിവൺ ബൈ V is equal to D/3 into A1 plus AN plus 4 times A2 plus A4 plus A6 plus 2 times A3 plus A5 plus A7 etc. സോ നമുക്കത് അതിനകത്ത് അപ്ലൈ ചെയ്താൽ വോളിയം V is equal to ഡീൻ്റെ വാല്യൂ 20 meter ആണ്. സോ 20 divided by 3 into A1 എന്ന് പറയുന്നത് നമുക്കിവിടെ കാണാം, മുകളിൽ കൊടുത്തില്ല. A1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഏരിയ 29.26 എന്നാണ് ഫസ്റ്റ് ഏരിയ. ആൻഡ് പ്ലസ് A എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ലാസ്റ്റ് ഏരിയ A7 ദാറ്റ് ഇസ് 34.37. അപ്പോൾ 29.26 പ്ലസ് 34.37 പ്ലസ് 4 ടൈംസ് E1 ഏരിയ അല്ലേ. E1 ഏരിയ എന്ന് പറഞ്ഞാൽ A2 എന്ന് പറഞ്ഞാൽ ഇവിടെ കാണാം, A2 57.54, പിന്നെ A4 എന്ന് പറയുന്നത് 64 ആൻഡ് A6 എന്ന് പറയുന്നത് 39.76. സോ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 4 ടൈംസ് E1 ഏരിയ പ്ലസ് 2 ടൈംസ് ഓഡ് ഏരിയ. ഓഡ് ഏരിയ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് A1 നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല കാരണം ഓൾറെഡി ഉപയോഗിച്ചു. പിന്നെ A3 ആണ്, അപ്പോൾ A3 59.66, ദെൻ A5 59.6, രണ്ടും സെയിം വാല്യൂ ആണ്. ദെൻ A7 നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, ഓൾറെഡി ഉപയോഗിച്ചുകൊണ്ട്. സോ 2 ഇൻറ്റു ഓഡ് ഏരിയ 59.66 പ്ലസ് 59.66. സോ അത് കാൽക്കുലേറ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് ദി ഫൈനൽ വോളിയം ഇസ് ഈക്വൽ ടു
6316.5 meter cube. So this is the final area by Prismodel rule. Okay. Now we have the another method that is called a trapezoidal formula. അപ്പോൾ നമുക്ക് പ്രിസ്മോഡൽ ഫോർമുല ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു. ഇനി എങ്ങനെയാണ് ട്രപ്പിസോഡൽ ഫോർമുല ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് വോളിയം കണ്ടുപിടിക്കാൻ നോക്കാം. ഓക്കെ, സോ ഹിയർ ദ ഇക്വേഷൻ ഈസ് V is equal to D into A1 plus AN by 2 plus sum of all other areas. This is also same as the trapezoidal equation for area. So D is the length and A1, A2, A3 are the area of cross section of each strip. Now we have one problem here. ആ സെയിം പ്രോബ്ലം ആണ്, നമുക്ക് അത് ട്രപ്പിസോഡൽ ഫോർമുല ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. And here the width of embankment is given as 10 meter. So B value is 10 meter and 1.5 to 1 slope ആണ്. So 1.5 is the slope n value and we have D value, interval value D value is 20 meter and each height is given here. സെൻട്രായിട്ട് തന്നിട്ടുണ്ട്. സോ സിമിലർലി നമ്മൾ കഴിഞ്ഞ തൊട്ട് മുമ്പ് ചെയ്ത പ്രോബ്ലം അതേ പ്രോബ്ലം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് സെയിം പ്രൊസീജിയർ തന്നെയാണ്. വിത്ത് സെൻറ്റർ ഹൈറ്റുകൾ ഓരോന്ന് തന്നിട്ടുണ്ട്. So area given by area is equal to B plus NH into H and using this equation we can find all the areas. ഓരോ ക്രോസ് സെക്ഷൻ്റെയും ഏരിയ കണ്ടുപിടിക്കുക. A1, A2, A3, A4, A5, A6 and A7. ഓരോ സെക്ഷൻ്റെയും നമ്മൾ ഏരിയ കണ്ടുപിടിക്കുക. And after that the volume by trapezoidal rule is given by V is equal to D into A1 plus AN by 2 plus A2 plus A3 plus A4 up to AN minus 1. ഓക്കെ, സോ നമ്മളത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വോളിയം വി ഇസ് ഈക്വൽ ടു ഡി ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ 20 മീറ്റർ ആണ്. 20 ഇൻറ്റു A1 എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കാണാം A1 ഇസ് ഈക്വൽ 29.26 എന്നുള്ളതാണ് ഫസ്റ്റ് ഏരിയ അല്ലേ. ദാറ്റ് പ്ലസ് ലാസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് A7 ആണ്. ദാറ്റ് ഇസ് 34.37 ഡിവൈഡ് ബൈ 2 പ്ലസ് സം ഓഫ് ഓൾ അതർ ഏരിയ അല്ലേ. അപ്പോൾ ബാക്കി എല്ലാ ഏരിയയും A2 പ്ലസ് A3 പ്ലസ് A4 പ്ലസ് A5 പ്ലസ് A6 എല്ലാം കൂടെ ആഡ് ചെയ്യാം. സോ യു വിൽ ഗെറ്റ് ദി ഫൈനൽ വാല്യൂ ഓഫ് വോളിയം ആസ് 6248.7 meter cube. So that is the ഫൈനൽ വോളിയം. സോ ഇങ്ങനെയാണ് ട്രപ്പിസോഡൽ റൂൾ ഉപയോഗിച്ചിട്ട് ഒരു ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇൻ ദിസ് ലെക്ചർ വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് ഹൗ ടു കാൽക്കുലേറ്റ് ദി വോളിയം. We have two methods, that is by Prismodel formula and by trapezoidal formula. These are the two methods used for the measurement of volume from cross sections. Okay, so that's all for today. Thank you.